മകൾസ് ഇന്ന് കുറച്ചധികം സന്തോഷത്തിലാണ് ഞാൻ വന്നത്. ഞങ്ങളോട് ഒരു കാര്യം ഷെയർ ചെയ്യാൻ വേണ്ടി വന്നതാണ്. എന്താണ് ആ സന്തോഷം എന്നല്ലേ? കെമിസ്ട്രിയുടെ ഓൺ എക്സാം കഴിഞ്ഞപ്പം എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് സാറേ ഭയങ്കര ഈസി ആയിരുന്നു എക്സാം, സാറ് പറഞ്ഞ കാര്യങ്ങളൊക്കെ വന്നു, സാറ് വീഡിയോയിൽ കൊടുത്ത കാര്യങ്ങളൊക്കെ പലതും ഹെൽപ്ഫുള്ളായി എന്ന് പറഞ്ഞിട്ട് ഒരുപാട് മെസ്സേജുകൾ വന്നു. ഒരുപാട് സ്റ്റുഡൻസ് അതിനുള്ള താങ്ക്സ് പറഞ്ഞുകൊണ്ട് ഒരുപാട് പേര് അവരുടെ സന്തോഷം അറിയിച്ചു. ആ സന്തോഷം അറിയിച്ച കൂട്ടത്തിൽ ഒരു സ്റ്റുഡൻറ്റ് ആ സ്റ്റുഡൻറ്റിന് ആ സന്തോഷം പറഞ്ഞിട്ട് മതിയാവുന്നില്ല. ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് എനിക്ക് തോന്നുന്നു അത്രയും ടഫായിട്ടുള്ള ഒരു എക്സാം ആയിരുന്നു, പക്ഷേ അത് ഈസി ആയിട്ട് എഴുതാൻ പറ്റിയതിൻ്റെ സന്തോഷമാണ് ആ മെസ്സേജിൽ വന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കും തന്നെ അത് വായിച്ചപ്പോൾ തന്നെ എനിക്കും ഭയങ്കര ആത്മാർത്ഥതയുള്ളൊരു മെസ്സേജായി തോന്നി. ഭയങ്കര സന്തോഷം തോന്നി. ഞാനത് നിങ്ങളുമായിട്ട് പങ്കുവെക്കാം എന്താണ് പറഞ്ഞതെന്ന്. അപ്പോൾ നമുക്ക് എന്താണ് ഞാൻ അത്രയും സന്തോഷിക്കുന്നതിൻ്റെ കാരണം നിങ്ങൾക്ക് മനസ്സിലാവും. ആ സ്റ്റുഡൻറ്റ് ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് ഇങ്ങനെ പറയുകയാണ്, ഇന്നലെയും മിനിയാന്നും ഒക്കെ ഉള്ള സാറിൻ്റെ ലൈവ് കണ്ട ഇന്ന് എക്സാമിന് പോയിരുന്നേ. അൽഹംദുലില്ലാ നല്ല ബുദ്ധിമുട്ടുള്ള എക്സാം ആയിരുന്നു. പല ചോദ്യങ്ങളും പലരെയും കുഴപ്പിച്ചു. അവിടെയും എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാർ ഈ കഴിഞ്ഞ ദിവസമൊക്കെ എടുത്ത എഫേർട്ടും ഞാൻ കൊടുത്ത എഫേർട്ടും തന്നെയാണ്. ഒരു ട്യൂട്ടർ സപ്പോർട്ട് ഇല്ലാതെ പഠിച്ചാൽ എത്ര തന്നെ പഠിക്കുള്ളൂ സാർക്ക് തന്നെ അറിയാമല്ലോ. നല്ല യൂസായിരുന്നു. പുതിയ പാറ്റേണിലിട്ട പേപ്പർ അസേഷൻ റീസണൊക്കെ ഉണ്ടായിരുന്നു. സാർ ഇന്നലെ ചെയ്ത പല ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഷോ ദാറ്റ് സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷനൊക്കെ അതുപോലെ വന്നു. ഞാൻ എല്ലാ കോൺസെപ്റ്റും നന്നായി പഠിച്ചിരുന്നു സാർ. ബട്ട് ഇങ്ങനെ പുതിയ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് എവിടെ നിന്ന് ചെയ്യണമെന്ന് അറിയാതെ നിന്നപ്പോഴാണ്. മറ്റ് പ്ലാറ്റ്ഫോമുകളൊക്കെ ചിലപ്പോൾ നോക്കലുണ്ട്, ബട്ട് ഞാൻ ഇന്നലെ അതൊന്നും വകവെച്ചില്ല. കോൺസെപ്റ്റ് പഠിച്ച് സാറിൻ്റെ ലൈവും കണ്ടു. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഈ വർഷം മാത്രം അല്ല കേട്ടോ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് തീരല്ല. പിന്നെ ഞാൻ വെച്ചാൽ അവിടെ തീർന്നു അല്ല. പിന്നെ ആ സന്തോഷം ഇങ്ങനെ പറയാം. കഴിഞ്ഞ വർഷത്തെ പറയാണ്, കഴിഞ്ഞ ഇയർ പബ്ലിക് എക്സാമും സാറിൻ്റെ ക്ലാസ് കണ്ടാൽ പോയത് എനിക്ക് 80-ൽ 79 കിട്ടിയാൽ അൽഹംദുലില്ലാ. ഇപ്പോൾ ഇന്ന് ചെറിയ അശ്രദ്ധ കൊണ്ട് 2 മാർക്ക് പോയി, എന്നാലും ഒരു 60-ൽ 58 ഹോപ്പ് ഉണ്ട്. പിന്നെ സാർ പറഞ്ഞില്ലേ എക്സാമിന് എത്ര പഠിച്ചൊരു കുട്ടിക്കും അറിയുന്ന കാര്യത്തിൽ പോലും സംശയം വരുമെന്നൊക്കെ. ഇന്ന് എനിക്കതുണ്ടായി. കറക്റ്റ് സാറ് പറഞ്ഞ ആസിഡ് നെഗറ്റീവ് ഒരു തോട്ട് വെച്ച് വിത്തിൻ സെക്കൻഡിൽ ആൻസർ എഴുതാൻ പറ്റി. നമ്മളെ ജയശ്രീക്കാണ് പറയുന്നത്. അതൊക്കെ പറഞ്ഞ് സാർ ഇതുപോലെ ഇതിലേറെ നന്നായി ഇനിയും നിങ്ങൾക്കും ബാക്കിയുള്ള ഒരുപാട് സ്റ്റുഡൻസിൻ്റെ ലൈഫിൽ സാർക്കൊരു നല്ല സ്റ്റോറി ഉണ്ടാവും വിധത്തിലുള്ളൊരു മെഗാ മാരത്തോൺ പബ്ലിക് എക്സാമിന് കാഴ്ച വെക്കണം. പടച്ചോൻ അതിനുള്ള തൗഫീഖ് ചെയ്യട്ടെ. ആ സമയം ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാത്ത രൂപത്തിൽ സന്തോഷത്തോടെ തന്നെ വർക്ക് ചെയ്യാൻ സാർക്ക് കഴിയട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് സാറിന് വേണ്ടി പ്രാർത്ഥിക്കലൊക്കെ ഇതങ്ങ് വായിച്ചപ്പോൾ ഭയങ്കരമായിട്ട് ആത്മാർത്ഥമായിട്ട് മനസ്സ് തട്ടിയിട്ടാണ് എഴുതുന്നതെന്ന് എനിക്ക് മനസ്സിലായി. കാരണം പല കാര്യങ്ങളും പറഞ്ഞത് നമ്മുടെ ട്രിക്കുകൾ ഉപയോഗപ്പെടുത്തി എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങൾ ക്ലാസ്സിൽ പറയുന്നതിനും ഈ റിസൾട്ട് ഉണ്ട്. അത് വെറുതെ മക്കളിങ്ങനെ പറയുമ്പോൾ എല്ലാവരും കേൾക്കുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് പേർക്ക് ഇത് എഫക്റ്റ് ആവുന്നുണ്ടെന്നുള്ളത് മനസ്സിലായി. അപ്പോൾ നമ്മൾ എടുക്കുന്ന എഫേർട്ടിന് ഇത്ര അധികം എഫേർട്ട് എടുത്ത് നമ്മൾ പല ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് വന്ന് നിങ്ങളുടെ മുന്നിൽ അത് പ്രസൻറ്റ് ചെയ്യുന്നതിന് കൃത്യം റിസൾട്ട് ഉണ്ട്. ചില്ലറ റിസൾട്ട് ഒന്നുമില്ല, അത്യാവശ്യം റിസൾട്ട് ഉണ്ട്, ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് അറിഞ്ഞപ്പോൾ ഉണ്ടായൊരു സന്തോഷം. അത് നിങ്ങളുമായിട്ട് പങ്കുവെക്കാമെന്ന് വിചാരിച്ച് വന്നതാണ്. ഇപ്രാവശ്യം മാത്രമല്ല, കഴിഞ്ഞ പ്രാവശ്യം ക്രിസ്മസിൻ്റെ സമയത്ത് ഇതേപോലെ +2 സ്റ്റുഡൻസ് തന്നെ ഓർഗാനിക്കിൻ്റെ ചാപ്റ്റേഴ്സൊക്കെ ഉള്ള സമയമാണ്. അപ്പോൾ ഒരുപാട് സ്റ്റുഡൻസ്, അതിലൊരു സ്റ്റുഡൻസ് ഇതേപോലെ വന്നിട്ട് ഓർഗാനിക് ഞാൻ സ്കിപ്പ് ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. ഞങ്ങളുടെ ക്ലാസ്സിൽ ഒരുപാട് പേര് അങ്ങനെ വിചാരിച്ചതാണ്. ഓർഗാനിക് ഒന്നും കഴിയില്ല എന്ന് വിചാരിച്ചാണ്, അത്രയും ടഫാന്ന് വിചാരിച്ചതാണ്. അപ്പോഴാണ് സാറിൻ്റെ ക്ലാസ് കണ്ടത്. ഇത്രയും ഈസിയാണെന്ന് മനസ്സിലായില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ സ്റ്റുഡൻറ്റിൻ്റെ മെസ്സേജ്. അപ്പോൾ അത് കണ്ടപ്പോൾ നമ്മൾ പഠിപ്പിക്കുന്നതിനും നമ്മൾ എഫേർട്ട് എടുക്കുന്നതിനും നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്നത്, കൃത്യമായിട്ട് തരാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്, അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. അത് നിങ്ങൾ ആത്മാർത്ഥതയോടെ പഠിച്ചെടുക്കുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ ഉണ്ടായ ഭയങ്കരമായൊരു സന്തോഷം അത് നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. ഇനിയും തുടർന്നും നിങ്ങളുടെ ഫുൾ സപ്പോർട്ടും ഫുൾ എനർജിയും എൻ്റെ കൂടെ ഉണ്ടാവണം. എങ്കിൽ ഫുൾ സപ്പോർട്ടോടുകൂടി പഠിപ്പിക്കാൻ നിങ്ങളുടെ കൂടെ ഞാനും ഉണ്ടാവും. ഒരു പേടിയും പേടിക്കേണ്ട. നമുക്ക് ധൈര്യമായിട്ട് മുന്നോട്ടോ. നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു.